സുഭാഷ് ചേട്ടാ എന്നാലും അവൾ എന്നോട് ചെയ്തില്ല ഇങ്ങനെ. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ല, അവള് പോവാണെങ്കിൽ പോട്ടെ, ഇന്നത്തോടെ ജീവിതം തീരുമൊന്നുമില്ലല്ലോ, പിന്നെന്താ കൂളായിട്ടിരിക്കും. വിഷമമൊന്നുമില്ല. ഞാൻ ശരിക്കും ഓർത്തില്ല കേട്ടോ അവൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അതൊക്കെ വീട്. വാലന്റൈൻസ് ഡേക്കൊക്കെ ഞാൻ എത്ര സിൽക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടെന്ന് അറിയുമോ? ഞാൻ പോലും തിന്നിട്ടില്ല, അറിയോ? സിൽക്ക് കിട്ടാത്തതാണ് നിന്റെ വിഷമം, അതോ അവള് തേച്ചതുകൊണ്ടാണ്? സിൽക്ക് കിട്ടാത്തതിന് എനിക്കെന്ത് വിഷമം? അവളെന്നെ തേച്ചോണ്ടല്ലേ എനിക്ക് വിഷമം. അങ്ങനെ പറ. ഓ ചേട്ടാ ഞാനും തിന്നിട്ടില്ല. കിൻഡർ ജോയ് തിന്നിട്ടുണ്ടോ? കിൻഡർ ജോയ് തിന്നിട്ടില്ല. അതല്ലല്ലോ നമ്മൾ പറഞ്ഞേ. എന്നാലും അവള് തേക്കാൻ എന്താണോ കാരണം? ഇപ്പൊ എന്നിട്ട് എന്തായി? അവളിപ്പോ എന്തായാലും വേറൊരു ചെറുക്കനായിട്ട് സെറ്റായി. അവള് പോയി പോയി പോയി. ആ ഇത് മോന്റെ ആണോ കണ്ണട? ആ ആന്റി ചാടി പോയത്. പുതിയ കണ്ണടയാണോ? ആ കാണിച്ചേ നോക്കട്ടെ. ഒന്ന് തന്നടാ. നിൽക്കും ഒരു സെക്കൻഡ്. എങ്ങനെയുണ്ട്? ഓന്തിനെ പോലെ ഉണ്ട്. ചേട്ടൻ വയ്ക്ക്. ഞാനെങ്കിലും ചേട്ടൻ വയ്ക്ക്. ഏയ് വേണ്ട, ഞാനല്ലേ പറയണ വയ്ക്ക്. നിർബന്ധമാണെങ്കിൽ വയ്ക്കാം. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒന്ന് മൂക്കിപ്പൊടി വലിച്ചിട്ട് ഒരു പാറയുടെ മേളിൽ കയറിയിരിക്കുന്ന പോലെ ഉണ്ട്. നിന്റെ കണ്ണട പോരാ. എന്നാ ഒരു ശക്തിക്കും പിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞോളാ ഒരുത്തൻ കണ്ണടച്ച് കാണിച്ചപ്പോൾ അതിൻ്റെ പുറകെ പോയി. എന്തൊക്കെയാ അല്ലേ? എനിക്ക് പെണ്ണില്ലല്ലോ. ഇവിടെ ആദ്യം പറഞ്ഞ് ഞാൻ ഇവളുടെ കാര്യമൊന്നും കെയർ ചെയ്യണില്ലാന്ന്. എന്നാൽ കുറച്ച് കെയറിങ് കൊടുക്കാന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ടോക്സിക്കായി. നിന്റെ വീട്ടിലെന്ത് സീനുണ്ടായേ? സുഭാഷേനെ അറിയില്ല, ഞാൻ KGF കണ്ടുണ്ട് യാഷിൻ്റെ ഭയങ്കര ഫാനാണെന്ന്. നമ്മുടെ മലയാളത്തിലുള്ള ഒരാൾ പുള്ളിക്കാരനെ വെച്ച് പടം ചെയ്യാൻ നേരത്ത് നമ്മളൊക്കെ അല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഓർത്ത് ഞാൻ അച്ഛനും അമ്മേനെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ ടോക്സിക്കിൻ്റെ ട്രെയിലർ TV-ലിട്ട് കണ്ടു. എന്നിട്ട് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സാധനം കാരണം. എടാ നീ കന്നഡ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താ? ഇത് ഞാൻ നാപ്റ്റോളിൽ നിന്ന് എടുത്താ. അതിനകത്ത് ലൈറ്റൊക്കെ എത്തും കണ്ട. ഞാൻ ചോദിക്കണം എന്ന് ഓർത്തായിരുന്നു, നിന്റെ അപ്പൂപ്പൻ എന്തായിരുന്നു പറ്റിയേ? ഒന്ന് ആയുസ് കൂട്ടാൻ വേണ്ടി നോക്കിയതാ ഞാൻ. ആയുസ് കൂട്ടാൻ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ മരിച്ചോണ ആള്? ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടുന്നാലോ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് അപ്പൂപ്പൻ ചിരിക്കണ്ടായില്ല. പിന്നെ ഞാൻ ഇക്ലിയാക്കി, കുറെ നേരം ഇക്ലിയാക്കി ശ്വാസം മുട്ടുള്ള അപ്പൂപ്പനെ. സത്യം പറഞ്ഞാൽ നീ കൊന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ അപ്പൂപ്പൻ ഉണ്ടാവാറുന്നത് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. എടാ നീ എന്നെ പോലെ സിംഗിളായിട്ട് കിടക്ക്. സുഭാഷിയുടെ മനപ്പൂർ സിംഗിൾ ആയതല്ലോ, പെണ്ണ് കിട്ടാത്തതുകൊണ്ട് സിംഗിൾ ആയതല്ലേ. എന്നിട്ട് പറയും ബാറ്റ്മാനാണ്, വാങ്ങിയാണ് തേങ്ങ എന്ന് പറയും. ഈ പഞ്ചായത്തിലുള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഹായ് വയ്ക്കാതിരുന്നിട്ടുണ്ടോ? എന്നാ ഈ കണ്ണട വെച്ചോ. ആ കണ്ണീരും കാണണ്ട. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും വെച്ചേക്കാം. നന്നായിട്ടുണ്ട് ശരിക്കും. സുഭാഷേട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. ഞാൻ ഇപ്പോൾ കുണ്ടന്നൂർ പാലത്തിൻ്റെ അടിയിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ എന്ത് ബജ്ജിക്കട? ഞാനടിക്ക് മുട്ട ബജ്ജിയൊക്കെ കഴിക്കാൻ വരട്ടെ, രണ്ടരക്ക് തന്നോട്ടാ. ഓക്കെ. അവനെ കൊണ്ട് ബില്ല് കൊടുപ്പിക്കാറുണ്ട്.